2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, പിഞ്ചോമനകളുടെ ബാല്യം അറിവിന്റെയും ഭാവനയുടെയും പുത്തൻ ലോകം തുറന്ന് ആയിരങ്ങൾക്ക് ആത്മവിദ്യാലയമായി മുന്നേറുന്ന സെന്റ് ജോർജ് ALP സ്കൂൾ 49ാം വാർഷികാഘോഷവും ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനവും നടക്കുന്ന ഈ വേളയിൽ ദീപ്ത 2025 വാർഷിക റിപ്പോർട്ട്. പ്രകൃതി രമണീയമായ കൊളവയൽ പ്രദേശം, നഗരത്തിരക്കിൽ നിന്ന് മാറി വയനാടിന്റെ പച്ചപ്പിലലിഞ്ഞ സുന്ദരമായ ഒരു ഗ്രാമം, കുടിയേറ്റ കർഷക ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം. വയനാട് മുട്ടിൽ പഞ്ചായത്തിലെ ഈ കൊച്ചു വിദ്യാലയം മാനന്തവാടി എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ 1976 ജൂൺ 5 പ്രവർത്തനം ആരംഭിച്ചു. അക്ഷരനിറവിന്റെ ഈ വിദ്യാകേന്ദ്രം ഇന്ന് റവറന്റ് ഫാദർ സിജോ ഇളങ്ങുന്നപുഴ അച്ഛൻ കോർപ്പറേറ്റ് മാനേജറായും, റവറന്റ് ഫാദർ സുനിൽ തെക്കേപ്പേര അച്ഛൻ സ്കൂൾ മാനേജറായും, ശ്രീമതി ഷിജിത BJ മാഡം ബത്തേരി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറായും പ്രവർത്തിച്ചു വരുന്നു. 3 വർഷക്കാലം ഈ വിദ്യാലയത്തെ നയിക്കുകയും സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് സ്കൂളിന്റെ യശസ്സുയർത്തിയ റവറന്റ് ഫാദർ തോമസ് പന്തൊട്ടി അച്ഛനെ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രധാന അധ്യാപിക ശ്രീമതി മിൻസിമോൾ KG, ടീച്ചറുടെ നേതൃത്വത്തിൽ സിസ്റ്റർ മിനി സെബാസ്റ്റ്യൻ, ശ്രീ ഫിറോസ് P, ശ്രീമതി അംബ്ലി ആന്റണി, ശ്രീമതി ആൻസി TM, ശ്രീമതി സുനിത V, ശ്രീമതി ധന്യ PT എന്നിവർ അധ്യാപകരായി ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. കുരുന്നുകൾക്ക് രുചികരമായ ആഹാരം പാകം ചെയ്യുന്നത് ശ്രീമതി ഷീല ഉദയനുമാണ്. ഒപ്പം ഈ വിദ്യാലയത്തിൽ 3 വർഷക്കാലം സേവനമനുഷ്ഠിച്ച് ബത്തേരി അസംഷൻ UP സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയ ശ്രീമതി ഗീതുപ്പി മാത്യുവിനെ നന്ദിയോടെ ഓർക്കുകയും നടവയൽ സെന്റ് തോമസ് സ്കൂളിൽ നിന്നും ട്രാൻസ്ഫറായി വന്ന സിസ്റ്റർ മിനി സെബാസ്റ്റിനെ സെന്റ് ജോർജ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഈ അധ്യയന വർഷത്തിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 73 കുരുന്നുകൾ വിദ്യ അഭ്യസിച്ചു വരുന്നു. 2024-25 അധ്യയന വർഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പ്രതിനിധികൾ: PTA പ്രസിഡന്റ് ശ്രീ സുകേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ആതിര പ്രസാദ്, MPTA പ്രസിഡന്റ് ശ്രീമതി ആശ സജിത്ത്, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിഷ ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള 11 അംഗ എക്സിക്യൂട്ടീവ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും കരുത്തുറ്റ നേതൃത്വമായി തുടരുന്നു. സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 3 ആഘോഷമായ പ്രവേശനോത്സവത്തോടെ ആരംഭിച്ച ഈ അധ്യയന വർഷത്തിൽ 23 കുരുന്നുകൾ നവാഗതരായി. നവാഗതർക്ക് അക്ഷരകിരീടം, ബലൂൺ എന്നിവ നൽകി റാലിയായി പുതുപുത്തൻ ഡ്രസ്സും ബാഗും കുടയും കൈകളിലേന്തി കടന്നു വന്ന കുരുന്നുകൾക്ക് പ്രവേശനോത്സവം ഏറെ കൗതുകമുണർത്തുന്ന ഒന്നായി മാറി. ദിനാചരണങ്ങളിലൂടെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ സ്കൂൾ മാനേജർ മരത്തൈ നട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പ്രധാന അധ്യാപികയുടെ സന്ദേശവും ക്യൂസ് മത്സരവും വിവിധ ക്ലബ്ബ് അംഗങ്ങളുടെ മരത്തൈ നടലും പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് മാറ്റേകി. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾക്ക് സ്കൂളിൽ തുടക്കമായി. വായനാമൃതം വീഡിയോ ക്ലാസ് ഗ്രൂപ്പുകളിൽ, അമ്മ വായന, വീട്ടിലൊരു ലൈബ്രറി, കോളനിയിൽ പത്രമിടൽ, സ്കൂളിനൊരു പത്രം, സ്കൂളിലെ പത്രവായന, കൂടാതെ അന്നേ ദിവസം റവറന്റ് ഫാദർ സുനിൽ തെക്കേപ്പേര അച്ഛൻ അധ്യക്ഷനായ പരിപാടിയിൽ പുസ്തക പ്രദർശനം, പുസ്തക പരിചയം, കവിതാലാപനം, വായനാ മത്സരം, ക്യൂസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ തുടക്കമിട്ടുകൊണ്ട് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടെ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ സമൂഹം മുഴുവൻ പങ്കാളികളായി. കുടുംബത്തോടൊപ്പം തിരിതെളിയിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ്, പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവ്വം, എക്സൈസ് ഓഫീസ് സന്ദർശനം, മുദ്രാവാക്യ രചന, കൊളാഷ് നിർമ്മാണം, പൊതുജന ബോധവൽക്കരണം, ലഹരി വിരുദ്ധ റാലി, ഫ്ലാഷ് മോബ്, കൈപുസ്തക വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി. കൂടാതെ വിവിധ ദിനങ്ങളിലായി കൊളാഷ് നിർമ്മാണം, പ്രസംഗ മത്സരം, മുദ്രാവാക്യ രചന തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ശ്രീ ഷാജി സാർ സ്കൂളിലെത്തി പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചു. ആഗസ്റ്റ് 17 കർഷക ദിനം.
കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കർഷകോത്തമ അവാർഡ് ജേതാവും റോയ്സ് കോഫിയുടെ ഉപജ്ഞാതാവുമായ ശ്രീ റോയി കവളക്കാടിനെ സ്കൂളിൽ ആദരിച്ചു. അദ്ദേഹത്തിന്റെ കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ ചെടിത്തൈ നടുകയും ചെയ്തു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ആഘോഷപൂർവ്വം വിദ്യാലയത്തിൽ കൊണ്ടാടി. സ്കൂൾ മാനേജർ പതാക ഉയർത്തി സ്കൂളിലെ സീനിയർ സ്റ്റാഫ് സിസ്റ്റർ മിനി സെബാസ്റ്റ്യൻ ആശംസകൾ നേരുകയും ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ മധുര പലഹാരം നൽകുകയും സ്വാതന്ത്ര്യദിനാഘോഷം മനോഹരമായി. ആഗസ്റ്റ് 14 സ്പോർട്സ് ഡേ. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റ്, ദീപശിഖ പ്രയാണത്തോടെ ആവേശജലമായ സ്പോർട്സ് ഡേ സ്കൂളിൽ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ആഘോഷമായ അധ്യാപക ദിനം PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അധ്യാപകരെ ആദരിച്ചും കൈനിറയെ പൂക്കൾ നൽകിയും കുരുന്നുകളും ഈ ആഘോഷത്തിൽ PTA-യോടൊപ്പം പങ്കുചേർന്നു. സെപ്റ്റംബർ 13 ഓണാഘോഷം. ഓണപ്പൂക്കളവും ഓണക്കളികളും ഓണസദ്യയും ഒരുക്കി സ്കൂൾ PTA അംഗങ്ങളോടൊത്ത് ചേർന്ന് ഓണാഘോഷം നടത്തി. റവറന്റ് ഫാദർ സുനിൽ തെക്കേപ്പേര, വാർഡ് മെമ്പർ ശ്രീ കുഞ്ഞമുതുകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്ന പരിപാടിയിൽ കുട്ടികളുടെ കലാവിരുന്ന് ആഘോഷത്തിന് നിറപ്പകിട്ടേകി. നവംബർ 14 ശിശുദിനം. കുഞ്ഞു ഹൃദയത്തിലെന്നും ഓർമ്മിക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ. ഈ വർഷത്തെ ശിശുദിനാഘോഷം അത്തരത്തിലായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ഷാജി AJ ഉദ്ഘാടനം ചെയ്ത ശിശുദിനാഘോഷത്തിൽ കുട്ടികളുടെ മാനസികോല്ലാസത്തിനുള്ള കളി ഉപകരണ വിതരണവും നടത്തി. പുഷ്പറാണി മത്സരം, പ്രച്ഛന്നവേഷ മത്സരം, കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിനെ മനോഹരമാക്കി. നവംബർ 8 സോഷ്യൽ ഓഡിറ്റ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കില കോർഡിനേറ്റർ ശ്രീ ജോസ് സാർ സോഷ്യൽ ഓഡിറ്റ് നടത്തി. ഈ വർഷം മുട്ടിൽ പഞ്ചായത്തിലെ സെലക്ടർ സ്കൂളുകളിൽ നമ്മുടെ സ്കൂൾ ഉൾപ്പെടുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി നല്ല അഭിപ്രായം ലഭിക്കുകയും ചെയ്തു. ഡിസംബർ 20 ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ഓർമ്മിച്ചുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷം സ്കൂളിൽ നടത്തി. പുത്തൻ തലമുറയ്ക്ക് പുത്തൻ അനുഭവം പകരുന്ന തരത്തിൽ തൊട്ടടുത്ത കൊറലാടി ഊരിലെത്തി അധ്യാപകരും കുട്ടികളും ക്രിസ്തുമസ് ആഘോഷിച്ചു. വിദ്യാലയ തനതു പ്രവർത്തനങ്ങൾ. വിദ്യാലയത്തിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികളെ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു. മോർണിംഗ് അക്ഷര ക്ലാസുകൾ, പഠന പ്രവർത്തനാധിഷ്ഠിത അസംബ്ലി, പത്രവായന, ക്വിസ് മത്സരങ്ങൾ, ശാസ്ത്രമേള പരിശീലനങ്ങൾ, സ്പോർട്സ് പരിശീലനങ്ങൾ, അടുക്കള പച്ചക്കറിത്തോട്ടം, LSS പരിശീലനം, സ്കൂൾ ബ്യൂട്ടിഫിക്കേഷൻ, കമ്പ്യൂട്ടർ പരിശീലനം, സീഡ് നല്ല പാഠ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കബ് ബുൾബുൾ പ്രവർത്തനങ്ങൾ, സ്വീറ്റി ഇംഗ്ലീഷ്, വായനാമൃതം, അമ്മ വായന, വായനയിലൂടെ അധ്യാപകർ, എൻ്റെ നാടിൻ്റെ പൈതൃക പഠനം വിദ്യാർത്ഥികളിലൂടെ. കൊളവയൽ പ്രദേശത്തിന്റെ തനതു പൈതൃകത്തെക്കുറിച്ച് കുട്ടികൾ അന്വേഷിക്കുകയും 2 പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠനരേഖ തയ്യാറാക്കുകയും ചെയ്തു. കേണി. ഒളവത്തൂർ പ്രസന്നയുടെ കൃഷിയിടത്തിൽ കാണപ്പെട്ട 60 വർഷം പഴക്കമുള്ള കേണിയെക്കുറിച്ച് കുട്ടികൾ പഠനരേഖയും ചരിത്രവും തയ്യാറാക്കി. കൊറലാടി കുഞ്ഞിരാമൻ നായരുടെ 100 ഏക്കറിൽ നടത്തിവരുന്ന കൃഷിസ്ഥലം, വിവിധ കൃഷികൾ, പഴയ കൃഷി, ആയുധങ്ങൾ, കൃഷിരീതികൾ എന്നിവയെക്കുറിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കി. മികവുകൾ, നേട്ടങ്ങൾ. മനോരമ നല്ല പാഠം പ്രവർത്തനങ്ങളിൽ വയനാട് ജില്ലയിലെ മികച്ച 10 സ്കൂളുകൾക്ക് ലഭിച്ച A+ പുരസ്കാരം. നല്ല പാഠം ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ. കുട്ടിക്കൂട്ടം ഡ്രൈ ഡേ. അതിജീവനത്തിന് താങ്ങായി. വൃത്തി നൽകും ശക്തി. ഹാപ്പി സ്കൂൾ. യോഗാ ദിനം. ബഡി ബെഞ്ച്. കളിക്കാം പഠിക്കാം മടിയില്ലാതെ. കൂടറിയാം കൂടെ കൂട്ടാം. ഉണ്ണാം ഊട്ടാം. മാതൃഭൂമി സീഡ് ക്ലബ് പ്രവർത്തനങ്ങൾക്ക് ഹരിതമുകുളം അവാർഡ്. മാതൃഭൂമി സീഡ് ക്ലബ് പ്രവർത്തനത്തിന്റെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തന അവാർഡ്, ലവ് പ്ലാസ്റ്റിക് അവാർഡ് എന്നിവ ലഭിച്ചു. KCBCയുടെ മദ്യവിരുദ്ധ സമിതി മാനന്തവാടി രൂപത ലഹരി വിരുദ്ധ വാരാചരണം സംഘടിപ്പിച്ചതിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് LP തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. ബത്തേരി സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ LP വിഭാഗം 5ാം സ്ഥാനം കരസ്ഥമാക്കി. ഹരിത കേരളം മിഷൻ പരിസ്ഥിതി പരിപാലന സംസ്കാരം
സമൂഹത്തിന് പകർന്നു നൽകുന്നതിനായി നടത്തിയ ശുചിത്വം, മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്കൂളിന് A+ പുരസ്കാരം ലഭിച്ചു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഗുണനിലവാര പരിശോധനയ്ക്കായി നടത്തിയ 3 ഘട്ട സോഷ്യൽ ഓഡിറ്റ് പ്രവർത്തനങ്ങളിൽ മുട്ടിൽ പഞ്ചായത്തിലെ മികച്ച 3 സ്കൂളുകളിൽ സെന്റ് ജോർജ് ALP സ്കൂൾ ഉൾപ്പെട്ടു എന്നതിൽ അഭിമാനമാണ്. ചിലമ്പൊലി ഈ വർഷത്തെ കലോത്സവ കാഴ്ചകൾ. വ്യത്യസ്ത ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളായും അല്ലാതെയും ധാരാളം പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുണ്ട്. കുട്ടികളുടെ വ്യക്തിത്വ വികാസം, പഠന പുരോഗതി, സാമൂഹ്യബോധം, മാനസികവും ശാരീരികവും വൈജ്ഞാനികവുമായ പുരോഗതി എന്നീ മേഖലകളെ പരിപോഷിപ്പിക്കുവാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നന്ദിയുടെ ഒരു വാക്ക്. ഈ അധ്യയന വർഷം കൊളവയൽ സെന്റ് ജോർജ് ALP സ്കൂളിനെ മികവുകളുടെ വർഷമാക്കി മാറ്റി തീർത്ത ദൈവത്തിന് നന്ദി. ഒപ്പം നമ്മുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കുകാരായ സെഡോ മാനേജർ റവറൻഡ് ഫാദർ സിജോ ഇളങ്ങുന്നപ്പുഴ, സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സുനിൽ തിക്കേപ്പേര, ബത്തേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഷിജിത ബൈജെ മേഡം, BRC കോർഡിനേറ്റേഴ്സ്, മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, PTA എക്സിക്യൂട്ടീവ്, SMC അംഗങ്ങൾ, രക്ഷിതാക്കൾ, കൊളവയൽ പ്രദേശവാസികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി.